ഇതൊക്കെ പതുക്കെ പതുക്കെ വഴങ്ങി വഴങ്ങി വരാനുള്ള ഒരു സ്റ്റെപ്പുകളാണ്. പിന്നെ ഇപ്പുറത്തോട്ടും കാല് മടക്കാം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കാം. എന്നിട്ട് പതുക്കി കാലിൽ ടച്ച് ചെയ്ത് നിങ്ങൾ ഇരിക്കുക. പിന്നീട് നമുക്ക് ഈ കാലും കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇരിക്കുക. ഇത് സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി, ഇപ്പൊ PCOD അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് എളുപ്പം. നമുക്ക് ഒരുപാട് ലെന്തുള്ള വീഡിയോ കിട്ടാൻ ആരും ശ്രദ്ധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ 2 പ്രാവശ്യം കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റെപ്പുകൾ അനുസരിച്ച് വേണം ചെയ്യാൻ. വളരെ എഫക്റ്റീവാണ്. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന നമ്മുടെ ബോഡി പാർട്ട് നന്നായിട്ട് അയവും ഒരു വലിച്ചിലും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ വെയിറ്റ് ഒക്കെ കുറയാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞ് വർക്കൗട്ട് സെക്ഷനാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നേരെ ഒന്നിരിക്കുക. എന്നിട്ട് നമ്മുടെ ഈ കാലിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നേരെ ഇരുന്നിട്ട് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തു. എന്നിട്ട് നടുവ് തറത്തി ഇവിടെ പിടിക്കുക. പതുക്കെ പുറകോട്ട് വരിക. അങ്ങനെ നമുക്കൊരു 2 പ്രാവശ്യം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആകാൻ വേണ്ടി പറഞ്ഞിരുന്നാണ്. ഈ കാലിലൂടെ നമ്മൾ ഈ ബോഡി ഒന്ന് ചായച്ചു വെച്ചു, ഇപ്പുറത്തോട്ട് ഒന്ന് ചായക്കുക. പിന്നെ ഈ കൈ വെച്ച് ഈ കാല് തിരിച്ച് പിടിക്കുക, ഒപ്പം തലയുടെ ഇങ്ങനെ പിടിക്കുക. ഇപ്പുറത്തോട്ടും നമുക്കിങ്ങനെ പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ കാലിനെ ആദ്യം ഒന്ന് ഇങ്ങനെ വെച്ച് പഠിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കൈ കുറേ കുത്തിയിട്ട് കാലിനെ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചു കൊടുത്തു. വീണ്ടും ഈ കാലിനെ നമ്മൾ തിരിച്ചിവിടെ വെക്കുക, ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മുട്ടൊന്ന് മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് ഇപ്പുറത്തോട്ട് കാല് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് ഇതൊക്കെ പതുക്കെ പതുക്കെ വഴങ്ങി വഴങ്ങി വരാനുള്ള ഒരു സ്റ്റെപ്പുകളാണ്. പിന്നെ ഇപ്പുറത്തോട്ടും കാല് മടക്കാം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കാം. എന്നിട്ട് പതുക്കി കാലിൽ ടച്ച് ചെയ്ത് നിങ്ങൾ ഇരിക്കുക. പിന്നീട് നമുക്ക് ഈ കാലും കൂടെ ഒന്നിച്ച് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇരിക്കുക. ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുക. നേരെ ഇരുന്ന് ബോഡി റിലാക്സ് ചെയ്തിട്ട് കാലിനെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. കാലിനെ പുറത്തോട്ട് നമ്മളൊന്ന് അയച്ചെടുക്കുക. നമ്മുടെ മൂക്ക് കാലിലോട്ട് മുട്ടിച്ചു. അപ്പൊ നമുക്ക് ആദ്യമൊന്നും നമുക്ക് വയറ് കാലൊക്കെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഇത്രയൊക്കെ വരുള്ളൂ, അത്രയും ചെയ്യുക. എന്നിട്ട് കാല് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ താത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാല് മുട്ടയിലോട്ട് കയറ്റി വെക്കുക. ജസ്റ്റ് ഒന്ന് ബോഡി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കാനായിട്ട് ശീലിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ബോഡി ഒന്ന്, എന്നിട്ട് നമ്മുടെ കാല് ജസ്റ്റ് ഇവിടെ വെച്ചു കാലിങ്ങനെ പൊക്കുക. പൊക്കിയിട്ട് നിങ്ങൾ കൈക്ക് ബലം കൊടുത്തിട്ട് പതുക്കെ നടുക്കൊന്ന് പൊക്കി ശീലിക്കുക. ആദ്യമൊന്നും നമുക്കങ്ങനെ അധികം പൊക്കാൻ പറ്റുന്നില്ല. ഒന്ന് റിലാക്സ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ പൊക്കണം. ഈ മുട്ട ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പൊക്കിയാൽ ഈ കാല് കിട്ടുള്ളൂ. എന്നിട്ട് നേരെ ഇങ്ങനെ നിന്നിട്ട് നടുവ് പൊക്കവും താത്തുകയും ചെയ്യാം. അപ്പൊ നമുക്ക് നന്നായിട്ട് ബലം കിട്ടും. നമ്മുടെ സൈഡ് കാലിനൊക്കെ പവർ കൂടാനൊക്കെ നല്ലതാണ്. അടുത്തത് ഇപ്പുറത്തെ കാല് നമ്മൾ ആദ്യം ഒന്ന് അയക്കുക. എന്നിട്ട് നമ്മുടെ മൂക്ക് മുട്ടിച്ചിട്ട് നേരെ ഇവിടെ വെച്ചിട്ട് മുട്ട് താത്തി കൊടുക്കുക. വീണ്ടും നമ്മളിങ്ങനെ കാല് ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ച് പൊക്കിയെടുത്തു. എന്നിട്ട് പതുക്കി ഒന്നിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് താത്തുക. വീണ്ടും നല്ല രീതിയിൽ പൊക്കുക, താത്തുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ മസിലിന് നല്ല പെയിൻ വരും. അതിനായിട്ട് ബോഡി ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക് യു.